ഗുരു ഓം. നടരാജഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ. ഗുരുകുലം ജനിക്കുന്നു എന്ന അധ്യായം, ഭാഗം 2. സങ്കല്പത്തിൻ്റെ പ്രാരംഭം എന്ന ഉപാധ്യായം തുടരുന്നു. ഇതാ ഇവിടെ ആധുനിക കാലത്ത് കാണാനില്ലാത്ത ജിജ്ഞാസയുണ്ടാക്കുന്ന എന്തോ ഒന്നുണ്ട്. ഗുരുവും ശിഷ്യനും കൂടി ഒരു കുലത്തിൽ ഗാഢമായ സ്നേഹബന്ധത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന പവിത്രമായ ചിത്രം. ഇതിൻ്റെ ഓർമ്മയും അത് നൽകിയ വിലയേറിയ സൂചനകളും വിസ്മരിച്ച് കളയാനാകാത്തവണ്ണം ആഴമേറിയതും സമ്പന്നവുമാണ്. വികാരതരളിതനാകാതെ അതെനിക്കിപ്പോഴും അനുസ്മരിക്കാനാവില്ല. പ്ലേറ്റോയുടെ അക്കാദമിയും അരിസ്റ്റോട്ടിലിൻ്റെ പെരിപെറ്ററ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ ഉപനിഷത്ത് മാതൃകയോട് ഉപമിച്ചാൽ നിസ്സാരങ്ങളാണ്. ഞാൻ അക്കണ്ടത് ഒരു ഗ്രാമീണ സ്വർഗമാണ്. ഉപനിഷത്തുക്കളിലും പുരാണങ്ങളിലും അവിടെവിടെയായും റൂസോയുടെ എമിലിലുമല്ലാതെ അത് മറ്റൊരിടത്തും സമുചിതമായി വർണ്ണിച്ച് കണ്ടിട്ടില്ല. അക്കാഴ്ച പ്രത്യേക കാരണമൊന്നും കൂടാതെ എൻ്റെ ഉള്ളിൽ തട്ടി. വളരെ കാലം അതെനിക്ക് ഉത്തേജനം നൽകിക്കൊണ്ടിരുന്നു. ഭാവി തലമുറയ്ക്ക് പരിണത പ്രജ്ഞരിൽ നിന്ന് ഈ മനോജ്ഞമായ രീതിയിൽ ജ്ഞാനാർജനം സാധ്യമായി തീരുമെങ്കിൽ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിന് മാപ്പ് കൊടുത്തു കളയാമെന്നും തെറ്റുകളെല്ലാം പുറത്തു കളയാമെന്നും എനിക്ക് തോന്നിപ്പോയി. ഇവിടെ ഇപ്പോഴുള്ള നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഇത്തരം മഹനീയ ആദർശങ്ങളുടെ അംശലേശമെങ്കിലും സാക്ഷാത്കരിക്കപ്പെടുമെങ്കിൽ അതിനായി ജീവിത സർവസ്വവും സമർപ്പിക്കാൻ തയ്യാറാണെന്ന് ഒരു നിമിഷ നേരത്തെനിക്ക് തോന്നി. അതിൽ അസാധ്യമായി ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ നിർവഹിക്കാൻ എളുപ്പമായ കാര്യങ്ങൾ പോലും സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത അത്ര നല്ലതായി പോകാറുണ്ട് എന്ന വസ്തുത ഞാൻ വേണ്ട പോലെ ഗ്രഹിച്ചിരുന്നില്ല. എൻ്റെ അനന്തര ജീവിതം ഈ സങ്കല്പത്തെ നിശ്ശേഷം തകർത്ത് കളഞ്ഞില്ലെന്നത് ആശ്വാസകരമാണ്. എങ്കിലും ഈ അനന്യസാധാരണമായ നിയോഗം അനുസരിക്കുന്നതിന് ഞാൻ നേരിടേണ്ടി വന്ന ദുർഘടങ്ങളുടെ പട്ടിക കൂടി നിരത്തി വെക്കേണ്ടതുണ്ട്. പ്രിയങ്കരമായ ഒരു സങ്കല്പത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നയിക്കപ്പെടുന്ന ശുദ്ധാത്മാവായ അല്ലയോ ആദർശവാദി, നിന്നെ കാത്തിരിക്കുകയാണ് വിപത്ത്. എങ്കിലും ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പിൻവാങ്ങുന്നതിനേക്കാൾ തെറ്റ് വരുത്തിക്കൊണ്ട് മുന്നേറുന്നതാണല്ലോ നല്ലത്. ഗുരുകുലം ആസൂത്രണം ചെയ്യുന്നു എന്ന ഉപാധ്യായം. നയനാനന്ദകരമായ പർവ്വത പ്രദേശത്ത് 5000 അടി പൊക്കത്തിൽ മനം കവരുന്ന ചുറ്റുപാടുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ലീവ്ലാൻഡ് എസ്റ്റേറ്റ് കെട്ടിടവും 5 ഏക്കർ ഭൂമിയും ഗുരുകുലത്തിനു വേണ്ടി തരാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ എൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ഗുരുകുലത്തിനുണ്ടായിരിക്കേണ്ടതെന്ന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സവിശേഷതകളും കാണിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കി അതൊരു പ്രോസ്പെക്ടസായി അച്ചടിപ്പിക്കുന്നതിലായിരുന്നു. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്ക് പഠിക്കത്തക്കവണ്ണം തൊഴിൽപരവും സാധാരണ രീതിയിലുള്ളതും ചേർന്നുള്ള ഒരു സെക്കൻഡറി ബോർഡിംഗ് സ്കൂളാണ് വിഭാവന ചെയ്തത്. സെക്കൻഡറി ക്ലാസുകൾ തൊട്ട് തുടങ്ങുക. ഇതിന് പണമെവിടെ? നിലവിലിരിക്കുന്ന അംഗീകൃത വിദ്യാഭ്യാസ പദ്ധതിയുടെ ഗതിക്ക് ഘടകവിരുദ്ധമായുള്ള ഈ സ്വകാര്യോദ്യമത്തിൻ്റെ പ്രയോജനം അനുഭവിക്കാൻ ഏതുതരം കുട്ടികളാണ് വന്നു ചേരുക? ഇതെല്ലാം അപ്രായോഗികം എന്ന് പലരും എനിക്ക് മുന്നറിയിപ്പ് നൽകി. എൻ്റെ പഴയ സതീർത്ഥനായ ഒരു വക്കീലിൻ്റെ സുഹൃത്ത്, കുന്നൂരിൽ താമസിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരൻ പോലും എന്നെ ശാസിക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിലുള്ള പ്രവർത്തന സാമർഥ്യവും പ്രായോഗിക ബുദ്ധിയുമുള്ള ചില ഇന്ത്യക്കാരെ പോലെ ഞാൻ ഒരിക്കലും ശോഭിക്കാൻ പോകുന്നില്ലെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് അന്ന് എനിക്ക് വിവരമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, വർഷങ്ങൾക്ക് ശേഷം പിന്തിരിഞ്ഞു നോക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവരുടെയും ഉപദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് അന്ന് ഞാനെടുത്ത തീരുമാനത്തെ ചൊല്ലി യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കാനൊന്നുമില്ല. എനിക്ക് എൻ്റേതായ സർഗപ്രതിഭയുണ്ട്.
അത് ദുരന്ത ഛായയുള്ളതായിരിക്കാം. ഈ പ്രതിഭയെ കൈവെടിയാതിരിക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിത്വവും എനിക്കുണ്ട്. ഇതിനിടയിൽ കൂടിയാണ് ഭാഗ്യദേവതയ്ക്ക് അവളുടെ കൃത്യം നിർവഹിക്കേണ്ടത്. ഈജൻസിൻ എന്ന് ജർമ്മൻ ഭാഷയിൽ വിളിച്ചു പോരുന്ന ഈ സ്വഭാവവിശേഷം എന്നിൽ ശക്തി പ്രാപിച്ചു നിന്നിരുന്നു. അത് ദുരന്തത്തിൻ്റെ കട്ടിയായ ചക്കുകൊണ്ടുണ്ടാക്കിയതാണ്. എങ്കിലും നേരായ ആദർശത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതല്ല. അത് ജയിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ വിജയത്തിന് മാത്രം സാധ്യമായ രീതിയിലായിരിക്കും അത് സംഭവിക്കുക. അഥവാ തോൽക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ തോൽവിയുടെ മികവ് കൊണ്ട് ഫലത്തിൽ പ്രതികൂല പരിസ്ഥിതിയിൽ നിന്നുണ്ടായ മധുരോദാരമായ കനിയായി അതിനെ കണക്കാക്കാവുന്നതാണ്. അങ്ങനെ നിഷേധാത്മകതയുടെ നിരാകരണം കൊണ്ട് അത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി തീരുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലും ഈ സ്വഭാവവിശേഷം നല്ലതായിരുന്നു. ഉഭയ സമന്വയ രീതിയിലുള്ള നിരപേക്ഷമായ മാർഗമായിരുന്നു എൻ്റേത്. പദ്ധതികളെല്ലാം എഴുതിയുണ്ടാക്കണം. എൻ്റെ സ്വന്തമായ സർഗപ്രതിഭയ്ക്ക് മുൻതൂക്കം കൊടുത്തിരുന്നതിനാൽ ഇതിനൊരു രൂപരേഖ ചമയ്ക്കാൻ ഏറെ ബുദ്ധിമുട്ട് തോന്നി. ഞാനത് നന്നായി തന്നെ ചെയ്തു എന്നൊരു ആത്മവിശ്വാസം വരണമല്ലോ. ആദ്യമായി ചെയ്തത് ഞാൻ താമസിച്ചിരുന്ന സന്യാസിയുടെ കുടീരം വിട്ട് സിംസ് പാർക്ക് എന്ന ഉദ്യാനത്തിലേക്ക് പോവുകയാണ്. 2 കഷണം റൊട്ടിയും കുറേ ഉപ്പിലിട്ടതും കൂടി ഒരു കടലാസിൽ പൊതിഞ്ഞ് മേൽമുണ്ടിനടിയിൽ ഒതുക്കി ഞാൻ പാർക്കിലേക്ക് പോയി. അവിടെ ഇരുന്നു കൊണ്ട് ഒരു പുതിയ തരം ബോർഡിംഗ് സ്കൂളിന് രൂപം കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. പൗരസ്ത്യവും പാശ്ചാത്യവുമായ സംസ്കാരങ്ങളിൽ നിന്ന് കൈക്കൊള്ളാവുന്ന മൂല്യങ്ങളെപ്പറ്റി ഉദ്ബോധനം നൽകുന്ന വിഷയങ്ങളോടൊപ്പം തൊഴിൽ പരിശീലനവും കൊടുക്കണം. നവീന വിദ്യാഭ്യാസ മാതൃകകളായി ഗണിച്ചു പോരുന്ന ശിശുക്കളെ കേന്ദ്രമാക്കിയുള്ള പ്രബോധനം, പ്രവൃത്തിയിലൂടെ പഠനം, ഡാൾട്ടൺ സമ്പ്രദായം, പീപ്പിൾസ് സ്കൂൾ, ഗാരി പ്ലാൻ, ഡൂയി, ഫ്രോബൽ, റൂസോ, ടോൾസ്റ്റോയ് എന്നിവരെല്ലാം ആവിഷ്കരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ തത്വങ്ങളും പ്രയോഗരീതികളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം. അതിനെല്ലാം അടിസ്ഥാനമായി ഇരിക്കേണ്ടത് പ്രാചീന ഭാരതത്തിലെ ഗുരുകുല വിദ്യാഭ്യാസ രീതിയായിരിക്കണം. ചുരുക്കത്തിൽ സോക്രട്ടീസിൻ്റെയും ഉപനിഷത്തുക്കളുടെയും വിദ്യാഭ്യാസ രീതികൾ ചേർത്തിണക്കിയതായിരിക്കണം അത്. ഖണ്ഡികകളായി ഞാൻ എഴുതി. അപ്പോഴെല്ലാം എൻ്റെ അന്തരംഗത്തിൽ അദൃശ്യമായൊരു അസ്വസ്ഥത അലയടിച്ചുകൊണ്ടിരുന്നു. പാർക്കിലെ ഇരിപ്പിടങ്ങളിൽ മാറി മാറി ഞാൻ ഇരിക്കും. ഒടുക്കം സന്ധ്യയുടെ നിഴൽ പരക്കും. ഇങ്ങനെ ഒരാഴ്ചയോളം കടന്നുപോയി. സന്യാസിയുടെ കുടീരത്തിലേക്ക് എന്നും മടങ്ങിച്ചെല്ലും. ഊണ് കഴിക്കാനും ആ കുരുവികളുടെ കൂടെ ഉറങ്ങാനും. എല്ലാം നേരെയാകും എന്ന അവ്യക്തമായൊരു പ്രത്യാശ അല്ലാതെ എനിക്ക് പ്രവർത്തിച്ചു തുടങ്ങുന്നതിനുള്ള അടിസ്ഥാനത്തിൻ്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല. മറ്റേ അറ്റത്ത് ഒരു വെളിച്ചം കാണാതിരിക്കുകയില്ല എന്ന പ്രതീക്ഷയോടുകൂടി ഇരുട്ട് നിറഞ്ഞ തുരങ്കത്തിൽ കൂടി തപ്പിത്തടഞ്ഞു പോകുന്നത് പോലെയാണ് ഇത്. എന്നാലും ഈ ഏകാകിത്വം എന്നെ ഭഗ്നാശനാക്കിയില്ല. അപൂർവ കൽപ്പിതമായ ആശയങ്ങൾ എനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് പലപ്പോഴും ഞാനൊരു ന്യൂനപക്ഷ ചിന്താഗതിക്കാരനാകാറുണ്ട്. പക്ഷേ എൻ്റെ ആശയം എൻ്റെ ബുദ്ധിക്ക് നിരക്കുന്നത് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനുവേണ്ടി എന്തും സഹിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും, അന്തസാരശൂന്യമായ താണതരം പുസ്തകങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ കൂസാറില്ല. അങ്ങനെയുള്ളതാണല്ലോ നിരപേക്ഷമായ ജീവിത സരണി. ഒരുവിൻ്റെ ആത്മാർപ്പണവും സാകല്യതയും ഓരോ അടിവയ്പ്പിലും തുടർച്ചയായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആ സരണിയിൽ അവിടെ സാധിക്കുന്നത് ഉദാത്തമായ ചിന്തയുമായി ഒറ്റപ്പെട്ട് കഴിയാനാണ്. ജീവിതത്തിൽ ഈ സരണി തിരഞ്ഞെടുത്തവരെല്ലാം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, അഥവാ മറ്റുള്ളവരെ ഒറ്റയ്ക്ക് വിടേണ്ടി വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് നിരപേക്ഷത എന്നത് ഏകാന്തതയുടെ ഏകതയിലേക്കുള്ള ഉത്പതനം തന്നെയാണ്. പ്ലാൻ അച്ചടിപ്പിക്കുന്നു എന്ന ഉപാധ്യായം. ഒടുക്കം കൈയെഴുത്ത് പ്രതി തയ്യാറായി.
ഒരു അച്ചടിശാല സ്വന്തമായി നടത്തുന്ന ഒരു സുഹൃത്തിനെയും കണ്ടുകിട്ടി. അദ്ദേഹം വളരെ ഉദാരനായിരുന്നു. സൗജന്യമായി അത് അച്ചടിച്ച് തരാൻ അദ്ദേഹം സമ്മതിച്ചു. ഉദാരമായ ഉദ്ദേശ്യങ്ങൾ എത്രയോ ഉത്കൃഷ്ടമായിരിക്കാം. എന്നാൽ ഉപയോഗപ്പെടുന്ന ഉദാരത തുലോം വ്യത്യസ്തമാണ്. പണം കൊടുത്ത് അച്ചടിപ്പിക്കുന്നവരുടെ പണി കൊണ്ട് പ്രസ്സിൽ എപ്പോഴും തിരക്കാണ്. എൻ്റേതിൻ്റെ ഒരു ഖണ്ഡിക അച്ച് നിരത്തി കഴിയുമ്പോഴായിരിക്കും അത് മാറ്റിവെച്ചിട്ട് മറ്റൊരു പണിക്ക് മുൻഗണന കൊടുക്കേണ്ടി വരിക. അക്കാരണത്താൽ പ്രോസ്പെക്ടസ് അച്ചടിച്ച് കിട്ടുന്നതിന് കുറഞ്ഞത് 50 പ്രാവശ്യമെങ്കിലും എനിക്ക് പ്രസ്സിൽ പോകേണ്ടി വരും ഒരു മാസക്കാലത്തിനിടയിൽ. അത് അച്ചടിച്ച് കിട്ടുന്നതിന് വേണ്ടി 200 മൈലോളം എനിക്ക് നടക്കേണ്ടി വന്നിട്ടുണ്ട്. എവിടെയായാലും ഏതെങ്കിലും തരത്തിൽ വില കൊടുത്തു തന്നെ തീരണം. കപ്പലിൻ്റെ മുകൾ തട്ടിൽ പോകാൻ മുൻവശത്തുകൂടെയായാലും പിൻവശത്തുകൂടെയായാലും കയറേണ്ട പടികളുടെ എണ്ണം ഏകദേശം ഒരുപോലെ ഇരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ത്യാഗം കൂടാതെ വിലപിടിപ്പുള്ളതൊന്നും ലഭിക്കുകയില്ല. ഇത് ആത്മാവിൻ്റെ ഉദ്ധാരണ കാര്യത്തിലായാലും ഒരു ഭീമൻ്റെ പരുക്കൻ കായികാധ്വാനത്തിലായാലും വേണ്ടിവരും. ഒറ്റ നാണയമായി കൊടുത്താലും ചില്ലറയായി കൊടുത്താലും വില ഒന്ന് തന്നെ. നല്ലതായാലും ചീത്തയായാലും ഒരുവന് കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യും. നിരപേക്ഷ ജീവിത സരണിയിലെ ഒരു രഹസ്യമാണിത്. അത് എത്ര വേഗം ഒരുവൻ പഠിക്കുന്നുവോ അത്രയും നന്ന്. 2ാം ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.